blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കട്ടെ. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ളവരെ വിളിച്ച് ഇതുവരെ ബ്ലെസ്സിങ് ടുഡേ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെങ്കിലും ഇപ്പോൾ തന്നെ വിളിച്ച് അവരോട് TV ഓണാക്കി ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യുവാൻ വേണ്ടി പറയുക. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വെങ്ങന്നൂരിൽ നിന്നുള്ള ഗിൽബർട്ടിനും ഐറിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കൊച്ചുമകൻ്റെ ബർത്ത്ഡേ നാളെയാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ആ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാരൻസിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ, ദീർഘായുസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഒരു കുടുംബത്തിനാവശ്യമുള്ള അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, ജോലിയിൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഹൈദരാബാദിൽ ഡോക്ടർ സുരേന്ദ്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡോക്ടർ സുരേന്ദ്ര. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തന്നെ അനുഗ്രഹിക്കുന്ന ഈ ജന്മദിനം ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ വർഷം തന്നെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ബോർഡ് എക്സാമിൽ നല്ല ഒരു റിസൾട്ട് കർത്താവ് കൊടുക്കണമേ. അതുപോലെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഭയത്തിൽ നിങ്ങൾ ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുക. ഈ മനുഷ്യനെ നോക്കിയ ജായിറസ് ജീവിതത്തിൽ വിജയമില്ലാത്ത മനുഷ്യനാണോ? എത്രയോ വിജയങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. അവർക്ക് ഇതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുൻഗണന യേശുവിന് കൊടുത്തുകൊണ്ട് മറ്റേത് ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന വേറെ പലതും ആയിരിക്കാം. ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ബാങ്ക് മാനേജറെ പോയി കാണാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഇന്ന രാഷ്ട്രീയക്കാരനെ പോയി കാണാം. അതെല്ലാം കണ്ടോളൂ. പക്ഷെ അതിനേക്കാൾ ഒക്കെ മുൻപ് യേശുവിൻ്റെ അടുക്കൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഒന്ന് മുട്ടുമടക്കാമെങ്കിൽ അവിടെ നിന്ന് ആദ്യം വിടുതൽ പ്രഖ്യാപിക്കപ്പെടും. പിന്നെ അങ്ങോട്ട് താഴോട്ട് വിടുതൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കൈകൾ അടിച്ചുകൊണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഓർക്ക്, ഇത്തരം ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ബെനഫിറ്റ് എന്താണ്? രണ്ടാമത്തെ കാര്യം, ഈ സാഹചര്യങ്ങൾ നമ്മളിലെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കും. ഫിയർഫുൾ സിറ്റുവേഷൻ വിൽ സ്ട്രിപ്പ് അവേ our pride. നമ്മുടെ അഹങ്കാരങ്ങളെ ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാതെയാക്കും. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര അഹങ്കാരികളായിട്ടുള്ള ആളുകൾ, ഒരിക്കലും ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കണമെന്നുള്ള ചിന്തയില്ലാതെ കിടക്കുന്ന ആളുകൾ, ജീവിതത്തിൽ വലിയ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓർക്കുക, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് നമ്മളിലെ അഹങ്കാരങ്ങൾ ഇല്ലാതെയവയാണ്. ഈ മനുഷ്യൻ എന്താ ചെയ്തെന്ന് നോക്കിക്കേ. എല്ലാവരും യേശുവിനെതിരെ കല്ലെടുത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹം ചെയ്ത 41-ാമത്തെ വചനത്തിൽ അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്തു? മുട്ട് കുത്തി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? കേണ് എന്ത് ചെയ്യാണ്? അപേക്ഷിക്കുകയാണ്. മുട്ടുകുത്തി. തൻ്റെ താഴ്മയാണ് കാണിക്കുന്നത്.
താഴ്മയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വ്യക്തിയുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ മുൻപിൽ ചില സമയങ്ങളിൽ മുട്ടുകുത്തി നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിനോട് നാം താഴ്മയുള്ളവരാണെന്നാണ്. ഈ മനുഷ്യൻ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഓർക്കുക, ദൈവ മുൻപാകെ നമുക്ക് ആർക്കും അഹങ്കാരത്തോടെ ഇരിക്കാനായി സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക. ഞാൻ തന്നെ നടത്തിക്കോളാം, ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്നൊരിക്കലും പറയല്ലേ. മറിച്ച് യേശുവിനെ കൂട്ടുപിടിക്കുക, അവനെ നിങ്ങളുടെ പാർട്ട്ണറാക്കുക. അവിടെ നിങ്ങളുടെ വിടുതൽ തുടങ്ങിയാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണ്? മൂന്നാമത് ആയി നമുക്ക് ലഭിക്കുന്ന നന്മ എന്താണ്? ഫിയർഫുൾ സിറ്റുവേഷൻ, ഇത്തരം സാഹചര്യങ്ങൾ നമ്മെ ദൈവത്തെ ആശ്രയിക്കുവാനായി പഠിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള ഒരു ഭയം, ആ ഭയം ജീവിതത്തിൽ ആകമാനം ഒരു പെൺകുട്ടി മുന്നോട്ട് പോകേണ്ട ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഭയമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഭയത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചേർത്ത് ദൈവത്തെ ആശ്രയിക്കുവാനായി എന്നെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആശ്രയിക്കുവാൻ അന്ന് പഠിച്ചപ്പോൾ, ദൈവത്തിൽ നിന്ന് ആ വിടുതൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാനൊരു മഹത്തായ പാഠം പഠിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ ഇതുപോലെ ദൈവത്തെ ആശ്രയിച്ചാൽ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. കാരണം ദൈവത്തെ ആശ്രയിക്കുന്നാൽ അവൻ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ബൈബിൾ പറയുന്നത് ആശ്രയിക്കുന്നതും വിശ്രമിക്കുന്നതുമാണ് ഒരുവന്റെ ബലം എന്നുള്ളത്. നിങ്ങൾ ബലവാനാണ്. ചിലരൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പുറകെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇത്തരം പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനാ ഡയറി തുറന്നു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ബൈബിൾ തുറന്ന് വായിക്കുമ്പോഴൊക്കെ അവന് വലിയ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലല്ലല്ല, നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ബലവാനാണെന്ന് തെളിയിക്കുകയാണ് സത്യത്തിൽ. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ ബലമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എൻ്റെ ബലം. കൈകളൊന്ന് ഉയർത്തിയിട്ട് ഉറക്കെ പറഞ്ഞേ, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എൻ്റെ ബലം. അല്പം കൂടെ ശബ്ദം ഉയർത്തി, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എൻ്റെ ബലം. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? അപ്പോൾ തന്നെ ഓർക്കുക, ഈ സമയത്ത് ഈ യായിറോസിന്റെ കാര്യത്തിൽ നമ്മളവിടെ കാണുകയാണ്. അവിടെ ഈ മനുഷ്യൻ 8ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുകയാണ്, ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് എൻ്റെ മകൾക്ക് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ യേശു കർത്താവ് എന്ത് ചെയ്തു? അവിടേക്ക് പോകാം എന്ന് അവനോട് എന്ത് ചെയ്തു? യേശു കർത്താവ് സമ്മതിച്ചു. അങ്ങനെ അവർ യാത്ര ചെയ്തു പോവുകയാണ്. പക്ഷെ ആ യാത്രയുടെ ഇടയിലാണ് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ യേശു കർത്താവ് ആ സ്ത്രീയെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു വലിയ തടസ്സമാണ്. സ്വന്തം മോള് മരിക്കാറായി കിടക്കുന്നു. ആ മോളെ സൗഖ്യമാക്കാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ഇവിടെ കാറ് വന്ന് കൊണ്ടുവന്ന് എന്നെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് വേറൊരു വീട്ടുകാർ വിളിച്ചിട്ട് ഇന്ന വീട്ടിലും കൂടെ കയറണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആദ്യം എൻ്റെ വീട്ടിൽ മരിക്കാറായി കിടക്കുന്ന ആളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് സിസ്റ്റർ വേറെ വീട്ടിൽ പൊക്കോളൂ എന്നല്ലേ പറയുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇത് തൊട്ടരികിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് മറ്റൊരു സ്ത്രീയുടെ രോഗസൗഖ്യവും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുകയാണ്. മുഴുവൻ തടസ്സങ്ങൾ നടക്കുകയാണ്, മുഴുവൻ വൈകലുകൾ സംഭവിക്കുകയാണ്. പക്ഷെ ഓർക്കുക, പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ കാര്യങ്ങൾ വൈകുകയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓർക്കുക, ഈ അല്പം വൈകൽ പോലും അതൊരു പ്രശ്നമേ അല്ല. ഹല്ലേലൂയ. വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വൈകലല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ 49ാമത്തെ വചനം ദയവായി ഒന്ന് വായിക്കാമോ? 49ാമത്തെ വചനം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. നോക്ക്,
മറ്റൊരു സ്ത്രീയുടെ രോഗസൗഖ്യം നടക്കുന്ന കാര്യങ്ങളെല്ലാം യായിറോസ് അനുവദിച്ചു കൊടുത്തു. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ രക്തസ്രവം നിൽക്കുന്ന കാഴ്ച, അവളുടെ ടെസ്റ്റിമണി, ജനക്കൂട്ടം പറയുന്നത് ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം യായിറോസ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ, കാരണം അവൻ ദൈവത്തിൽ അത്രത്തോളം അവന് വിശ്വാസമുണ്ടായിരുന്നു, അതിനിടയിൽ അവന്റെ വിശ്വാസത്തെ ചഞ്ചലപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. എന്താണ്? സ്വന്തം മകൾ മരിച്ചുപോയി. ഇനി യേശുവിനെ സത്യത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യണ്ട, കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം പോലുമില്ല. ഹല്ലേലൂയ. ഓർക്കുക, ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് സത്യത്തിൽ നമ്മുടെ വിശ്വാസം കുതിച്ചുയരുന്നത്. നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു പ്രശ്നമില്ലാതിരുന്ന കാലഘട്ടത്തിൽ യേശുവിനെ വേണ്ടായിരുന്നു. പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. ഭയത്തോടെ നിന്നപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. അപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ മുട്ടുമടക്കിയത്. പലവട്ടം ജീവിതത്തിൽ എണ്ണി എണ്ണി നോക്കിയാൽ ഓരോ പ്രാവശ്യവും ഭയത്തോടെ ആയിരുന്ന സന്ദർഭത്തിലൊക്കെ നമ്മുടെ അകത്തുള്ള വിശ്വാസം എത്ര വലുതായിരുന്നു, എത്ര വലുതായിരുന്നു, എത്ര വലുതായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാൻ പലവട്ടം സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ആദ്യമായി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് നഷ്ടമായി കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പ്രഗ്നൻസി ആ ഒരു സമയത്തും ബ്ലീഡിങ്, മറ്റു കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം തുടക്കങ്ങളായിരുന്നു. ഓരോ പ്രാവശ്യം ബ്ലീഡിങ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ഭയപ്പെടുന്ന സന്ദർഭത്തിൽ ആളുകളുടെ വാക്കുകൾ, ഇത്തരത്തിലുള്ള ബ്ലീഡിങ്, മറ്റു കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യമുള്ളതായിരിക്കും, ബുദ്ധിക്ക് കുറവുണ്ടായിരിക്കും, നല്ല രീതിയിൽ നടക്കാൻ സാധ്യമല്ല, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ദൈവകൃപയാൽ നിങ്ങൾ ഇന്ന് മൈക്രോഫോൺ എടുത്ത് പ്രസംഗിച്ച് കേൾക്കുന്ന ഞങ്ങളുടെ മകൻ നെഹമായയ്ക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, നല്ല രീതിയിൽ ഇപ്പോൾ പ്രസംഗിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് താൻ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, അന്ന് വിശ്വാസത്തോടുകൂടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഹന്നായിയുടെ വാക്കുകൾ, ബൈബിളിലെ ഹന്നായിയുടെ വാക്കുകൾ എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, നീ ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു മകനെ നൽകിയാൽ, അവനെ, ഹന്ന പ്രാർത്ഥിച്ചത്, അവനെ ജീവപര്യന്തം നിന്റെ ആലയത്തിന് ശുശ്രൂഷകനായി ഞാൻ നൽകാം. ഈ പ്രാർത്ഥന തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നീ എനിക്കൊരു മകനെ നൽകിയാൽ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ നൽകാം. ഹല്ലേലൂയ. ഓർക്കുക, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലാണ് വിശ്വാസം കുതിച്ചുയരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവിടെ വിശ്വാസം നിങ്ങളുടെ കുതിച്ചുയരട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക, വലിയ കാര്യങ്ങൾ പറയുക, അത് തന്നെ സംഭവിക്കും, അത് തന്നെ നിങ്ങൾ കണ്ടിരിക്കും. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതിൻ്റെ 49 വചനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് യായിറോസിന്റെ വീട്ടിൽ വന്ന ആൾ പറയുകയാണ്, താങ്കളുടെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, ഗുരുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. എന്നാൽ അതിന്റെ 50 വചനം ഒന്ന് വായിക്കാമോ? 50 വചനം. യേശു അത് കേട്ടപ്പോൾ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ സൗഖ്യം പ്രാപിക്കും എന്ന് അവരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞെങ്കിലും യായിറോസ് അവിടെ ഒന്നും മിണ്ടുന്നില്ല. നോക്കുക, ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി പരാതികൾ, ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പിറുപിറുപ്പുകൾ, ഒത്തിരി മുറുമുറുപ്പുകൾ ഒക്കെ പറയാൻ യായിറോസിന് അവസരമുണ്ടായിരുന്നു. പക്ഷെ യായിറോസ് അങ്ങനെ ഒരു അവസരം ഉപയോഗിക്കുന്നേയില്ല. ഓർക്കുക, പ്രശ്നത്തിന്റെ ഭയങ്ങൾ നമ്മെ പിടികൂടുന്ന സമയത്ത് ഭയത്തിന്റെ മേൽ വിശ്വാസത്താൽ നാം കാൽ ചുവടെടുത്ത് വെക്കണം. അവിടെ പിറുപിറുപ്പിന്റെ വാക്കുകൾ പറയരുത്. ഹല്ലേലൂയ. ഓർക്കുക, ബൈബിളിൽ നാം കാണുന്നുണ്ട്, യേശു കർത്താവ് ഒരിക്കൽ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ, അത് നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മറ്റൊരു ശിഷ്യൻ അതുപോലെ നടക്കാൻ തോന്നി. ആരായിരുന്നു അത്? പത്രോസ്. പത്രോസ് പറഞ്ഞു, ഗുരുവേ, ഇത് നീയാകുന്നെങ്കിൽ ഞാനും വരട്ടെയോ? ഉടനെ യേശു കർത്താവ് പറഞ്ഞു, വരൂ മകനെ എന്ന് പറഞ്ഞു. ആ പത്രോസ് എന്ത് ചെയ്തു? വെള്ളത്തിന്റെ മുകളിലേക്ക് കാൽ ചുവട് എടുത്തു വെച്ചുകൊണ്ട് അതുപോലെ തന്നെ നടന്നു. ഹല്ലേലൂയ. പക്ഷെ പെട്ടെന്ന് കാറ്റും കോളും ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ പേടിച്ച് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു? താണുപോയി. ഓർക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ വെള്ളത്തിനകത്തേക്ക് താണുപോകുകയല്ല, യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അതിൻ്റെ മുകളിലൂടെ നടക്കുന്ന വിശ്വാസമാണ് നമ്മുടെ അകത്തുരുവായി വരേണ്ടത്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും?
യേശു 3 വാക്കേ പറഞ്ഞുള്ളൂ. ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യായിറോസിനെ കൊണ്ട് ഒരു വാക്ക് പോലും യേശു കർത്താവ് സംസാരിപ്പിച്ചില്ല. ഹല്ലേലൂയ. അതായത് നമ്മളൊന്നും മിണ്ടരുതെന്ന്, നമ്മളൊന്നും പറയണ്ട എന്ന്, പരാതി പറയണ്ട, ഫോൺ ചെയ്യണ്ട, വേറൊരാളോട് പറയണ്ട. പകരം യേശുവിൻ്റെ വാക്ക് കേട്ടിട്ട് മിണ്ടാതിരുന്നാൽ മതി. യേശു കർത്താവ് എന്തൊക്കെയാ അവിടെ പറയുന്ന 3 കാര്യമുള്ളൂ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സൗഖ്യം പ്രാപിക്കും. എന്തൊക്കെയാ പറയുന്നത്? ഡോണ്ട് ബി അഫ്രൈഡ്, ജസ്റ്റ് ബിലീവ് ആൻഡ് ഷീ ഷാൽ ബി സേവ്ഡ്. 3 കാര്യങ്ങൾ മാത്രം. ഹല്ലേലൂയ. കൈകളൊന്ന് ഉയർത്തിയിട്ട് പറയുക, എന്താ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, കാര്യം നടക്കും. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. എന്താണ്? ജീവിതത്തിൽ ഭയപ്പെടേണ്ട, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവ് എന്ത് ചെയ്തോളും? കാര്യം നടത്തിക്കൊള്ളും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരുടെ ഹല്ലേലൂയ കേൾക്കട്ടെ. യായിറോസ് ഒന്നും മിണ്ടാതിരിക്കുക. യേശു കർത്താവാ കൽപ്പിക്കുന്നത്, നീ ഭയപ്പെടേണ്ടത് കൊച്ചേ, ഞാൻ കാര്യം നടത്തിക്കോളാം. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഭയത്തിന്റെ അവസരങ്ങളിലാണ് വിശ്വാസം കുതിച്ചു വരുന്നത്. അതുകൊണ്ട് യായിറോസിന്റെ അകത്ത് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് യായിറോസ് എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. അതിന് അവസാനത്തെ 51 വചനത്തിലേക്ക് വരുമ്പോൾ അതുകൂടെ ഒന്ന് വായിക്കാമോ? 51 വചനം. യായിറോസിന്റെ വീട്ടിലെത്തിയപ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലികയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അവൻ തന്നോടുകൂടെ അകത്ത് കിടക്കുവാൻ സമ്മതിച്ചില്ല. അവൻ തന്നോടുകൂടെ അപ്പനെയും അമ്മേനെയും കൂടെ കയറ്റി വേറെ ആരെയും അകത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. 52. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാകുന്നു എന്ന് അവൻ പറഞ്ഞു. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. നോക്കൂ, യേശുവിന്റെ കൂടെ എപ്പോഴും സന്തത സഹചാരിയായിട്ട് നടക്കുന്ന ആളുകളാണ് പത്രോസും യാക്കോബും യോഹന്നാനും, യേശുവിന്റെ തൊട്ടടുത്തുള്ള ശിഷ്യന്മാർ. സത്യത്തിൽ ഇത്തരം രോഗസൗഖ്യത്തിന്റെ അല്ലെങ്കിൽ മരിച്ചതെന്ന് ഉയർപ്പിക്കേണ്ട ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് വിശ്വാസമില്ലാത്ത ഒരാളെപ്പോലും യേശു കർത്താവ് അകത്തെ മുറിയിലേക്ക് സത്യത്തിൽ കൊണ്ടുപോകില്ല. ഞാൻ പറയുന്നത് ശരിയാണോ? കൊണ്ടുപോകില്ല. പക്ഷെ ഇവിടെ അപ്പനെയും അമ്മയെയും കൊണ്ടുപോയി എന്ന് വെച്ചാൽ അത്രയും യേശു കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൾ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടന്നിരിക്കും. യേശു ഒരു വാക്ക് തന്നാൽ മാറില്ല, അവൻ്റെ വാഗ്ദാനത്തിന് മാറ്റമില്ല എന്ന് നല്ല ഉറച്ച വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു യായിറോസും കൂട്ടത്തിൽ തൻ്റെ ഭാര്യയും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? അവരെ കൂടെ അകത്ത് കയറ്റി. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യേശു ഒരു വൃത്തം വരച്ചാൽ, വിശ്വാസമുള്ളവരുടെ ഒരു വൃത്തം വരച്ചാൽ, ആ വൃത്തത്തിനകത്ത് നമ്മൾ കയറുമോ? ഹല്ലേലൂയ. കയറില്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കണം, എൻ്റെ യേശുവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി തീരാൻ പോകുകയാണ്. എന്താ സംഭവിച്ചത്? കരയുന്ന ആളുകളൊക്കെ യേശു കർത്താവ് അങ്ങ് പുറത്താക്കി. എന്നിട്ട് കരയാത്ത ആളുകളെ മാത്രമാണ് അകത്ത് നിർത്തിയത്. ആരൊക്കെയായിരുന്നു? യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അപ്പനും അമ്മയും. അപ്പനും അമ്മയും കരഞ്ഞില്ലേ? ഇല്ല, ഇല്ല. ഹല്ലേലൂയ. ഓർക്കുക, ചില കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയുടെ മുൻപിലാണേലും നിങ്ങൾ കരയില്ല. ഹല്ലേലൂയ. എന്താ കരയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസമുള്ളത് കൊണ്ടാ കരയാത്തത്. കർത്താവ് തരുന്ന നന്മ സ്വപ്നം കാണാൻ സാധിക്കുന്നത് കൊണ്ടാ കരയാത്തത്. അല്ലെങ്കിൽ നടക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാ കരയാത്തത്. മോൾക്ക് വയസ്സ് 32 ആയില്ലേ, എന്നിട്ടും കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്നാരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉടനെ കരയുകയല്ല വേണ്ടത്. കർത്താവ് എൻ്റെ മകൾക്ക് വേണ്ടി ഒരു പയ്യനെ വെച്ചിട്ടുണ്ട്, ഏറ്റവും നല്ലത് അത് വരാൻ പോകുകയാണെന്ന് പറയാൻ സാധിക്കണം. ഇതാരോടുള്ളൊരു ദൂതാണ് എനിക്കറിയാം, ആരോടുള്ളൊരു ദൈവിക സന്ദേശമാണത്. അത് സംഭവിക്കാനായിട്ട് പോകുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇവിടെ ബാംഗ്ലൂരാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നപ്പോൾ ഇവർക്കൊരു വീടുണ്ടായിരുന്നു, 2 ബെഡ്റൂമുള്ളൊരു വീടുണ്ടായിരുന്നു, അത് വിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു വീടിന് വേണ്ടി ഇവർ ആഗ്രഹിച്ചിരുന്നു. കാരണം ഒരു വീട് നഷ്ടപ്പെട്ട്, ഇവിടെയൊക്കെ നല്ലൊരു ഏരിയയിലാണ് ഇവർ താമസിച്ചിരുന്നത്. പക്ഷെ അവിടെ ആ വീട് നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് ഒരു വീട്ടിൽ വാടക കൊടുത്തൊക്കെ താമസിക്കുന്ന ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ തൽക്കാലത്തേക്ക് അങ്ങനെ അവർ താമസം തുടങ്ങി. ഇതിനിടയിൽ ഇവർ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്നത്, നമ്മുടെ പ്രയർ ഡയറി, അതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ഇവരെ കയ്യിൽ കിട്ടിയിരുന്നു. അത് ഇവർക്ക് ലഭിച്ചത് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻ്ററിൽ
റിലീസ് ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മളൊരു വലിയൊരു സെലിബ്രേഷനോടുകൂടിയാണ് ഇവര് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അത് തന്നെ. എന്നിട്ട് ഇവർക്ക് പെട്ടെന്ന് അന്നത്തെ ദിവസം കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ വന്നിട്ട് ഓഫീസിൽ ഞാൻ ആ ചെക്ക് ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴും ഒരു ദിവസം അത് നോക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, പറയൂ. അപ്പോൾ അന്ന് ഡാമിയമ്പതിൻ്റെ സൈനോട് കൂടിയുള്ള പുസ്തകം പിന്നീട് അവർക്ക് ലഭിച്ചു, എൻ്റെ പ്രാർത്ഥന ഡയറി. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും കൂടി ചെയ്തു വെച്ച് കളഞ്ഞു. ഇതിൻ്റെ 131 പേജ്, അതായത് 131 പേജിലാണ് തുടങ്ങുന്നത്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചു: ലോർഡ് ഹെൽപ്പ് us ആൻഡ് പ്രൊവൈഡ് us എ ബെറ്റർ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ ഏരിയ വിത്തിൻ എ ഇയർ ടൈം. ഇൻ ജീസസ് നെയിം ഐ പ്രേ ആമേൻ എന്ന് പറഞ്ഞിട്ട് 14/11/2013 എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അങ്ങോട്ട് ചെയ്തു വെച്ചു. അതിനുശേഷം ഇവർ ചെയ്തത് നമ്മുടെ ഇതിനകത്ത് തന്നെയുള്ള ഫോർ എ മിറക്കിൾ, ഒരു അത്ഭുതത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അത് 121 പേജിൽ 47 പ്രാർത്ഥനയാണ്. അതും പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ പേജ് നമ്പർ 80, അതായത് 80 പേജിൽ 28 ഒരു ഭവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ബ്രദർ പറഞ്ഞത് ഞങ്ങൾ രാവിലെയും പ്രാർത്ഥിക്കും വൈകിട്ടും പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ ടാബ്ലറ്റ് തരണ പോലെ ഞങ്ങളുടെ കർത്താവിൻ്റെ മുൻപാകെ ഈ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഇവർ രാവിലെയും വൈകിട്ടും വിശ്വാസത്തോടുകൂടി ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനകളാണ്, വചനപ്രകാരമുള്ള പ്രാർത്ഥനകളാണ്. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഏത് ഏരിയയിലാണോ ഇവർ വീട് വിറ്റത്, ആ വീട് വിറ്റ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ തന്നെയും 3 ബെഡ്റൂമുള്ള അതിമനോഹരമായ ഒരു വീട് കർത്താവ് കൊടുത്തു, ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെയും. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിച്ചാലും. ഇത് പറയുമ്പോൾ ഇതുപോലെ വീടിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കൈകളൊന്ന് നീട്ടി ഇവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. അങ്ങനെ വീട് ആവശ്യമുള്ള വ്യക്തികളുണ്ട്, കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെ കർത്താവെ ഇവരെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഭവനം ലഭിക്കുവാനായി കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടെങ്കിൽ, വീടിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ വരുന്ന ഒരു വർഷത്തിനകത്ത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിങ്ങൾ കാണുവാനായി പോകുകയാണ്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഉറക്കെ ആമേൻ. കർത്താവ്, ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും അനവധിയായി പകർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മകളാൽ അങ്ങ് നിറച്ചു കഴിഞ്ഞതിനായി നന്ദി. ഇനിയും കൂടുതൽ നന്മകൾ ഇവർ കാണട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഉറക്കെ ചേർന്ന് ആമേൻ പറയാമോ? കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ കൈകൾ നീട്ടി ഇപ്പോൾ തന്നെ രോഗികളെ സൗഖ്യമാക്കണമേ, എല്ലാവർക്കും വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷോൾഡർ പെയിൻ ഉള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന, സിവിയർ ഷോൾഡർ പെയിൻ, നെക്ക് മുതൽ താഴേക്ക് പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. അതുപോലെ ശരീരത്തിൽ ചില പാണ്ടുകളും കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിഭയങ്കരമായ സിവിയർ അലർജി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ, ഇൻ ജീസസ് നെയിം. അതുപോലെ ശരീരത്തിൽ ചില എല്ലുകളുടെ അമിതമായ വളർച്ച, അതുമൂലം പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. ആന്തരിക അവയവങ്ങളിൽ പലയിടങ്ങളിലും രക്തസ്രവമുള്ള, ബ്ലീഡിംഗ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് അങ്ങ് മക്കളെ കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇൻ ജീസസ് നെയിം. ചില കുട്ടികളിലുള്ള രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ കുട്ടികളുടെ രോഗങ്ങൾ, പ്രത്യേകിച്ച് ബ്രീത്തിങ് പ്രോബ്ലം, ആസ്മ സൗഖ്യമാകുന്നു. അല്ല, കുട്ടികളിലുള്ള പല രോഗങ്ങളെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്. മറ്റൊന്ന് കർത്താവിനെ കാണിക്കുന്നത് ഫിറ്റ്സ് വരുന്ന കുട്ടികൾ, യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായും നിൽക്കട്ടെ. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഇംപ്രൂവ് ചെയ്ത് പുറത്തു വരട്ടെ, ഇൻ ജീസസ് നെയിം.
കർത്താവെ, നീ കൊടുക്കുന്ന വിടുതലുകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വിരലുകളൊക്കെ മടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ജോയിൻറ്റ് പെയിൻ മാറിപ്പോട്ടെ. ആമവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കൈകൾ നീട്ടി കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദാമ്പത്യ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. സിഗരറ്റ് വലി, പുകവലി നിർത്താൻ കഴിയാത്ത ചില വ്യക്തികൾ ഇന്ന് കർത്താവ് ഒരു പ്രത്യേക കൃപയും ശക്തിയും നിങ്ങൾക്ക് നൽകുകയാണ്. യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ മദ്യപാനം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇതുവരെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തിട്ടില്ലാത്തവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് നൽകുന്നു. കർത്താവെ, എൻ്റെ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിനോട് ചേർന്ന ഒരു പുതിയ ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു എൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ നാഥനാണ്, എൻ്റെ രക്ഷകനാണ്. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആമേൻ. ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി നിങ്ങളുടെ ഏത് വിഷയമായാലും യേശുവിനോടത് പറയുക. കർത്താവെ, ഏത് വിഷയത്തിലും കർത്താവ് കൈനീട്ടി വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് മാംഗ്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. നാളെ കോഴിക്കോട് നടക്കുന്നു. തീർച്ചയായും വരണം. അതുപോലെ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. എല്ലാ ഞായറാഴ്ചകളിലും ബ്ലെസ്സിങ് സെൻറ്ററുകൾ നടക്കുന്ന പ്രത്യേകമായ പ്രെയർ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിലൂടെ കർത്താവ് ആത്മീയമായി വളരാനും അനുഗ്രഹിക്കപ്പെടാനും കർത്താവ് ഇടയാക്കും. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.